ഇറാനെതിരെ നാളെ തുടങ്ങാനിരുന്ന സൈനിക നടപടി താൽക്കാലികമായി മാറ്റിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ച കീഴടങ്ങലല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ട്രംപിന്റെ സന്ദർശനത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ചൈനയിലെത്തും. ഇറാനെതിരെ നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന സൈനിക നടപടി മാറ്റിവെച്ചതായി ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചത്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും യുഎഇയുടെയും ഭരണാധികാരികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആക്രമണം മാറ്റിവെച്ചതെന്ന് ട്രംപ് കുറിച്ചു. ഇറാനുമായി ഗൌരവതരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സഖ്യകക്ഷി രാജ്യങ്ങൾക്കടക്കം സ്വീകാര്യമായ ഒരു കരാറുണ്ടാകുമെന്നും ഈ രാജ്യങ്ങൾ പറഞ്ഞതായും ട്രംപ് അറിയിച്ചു. ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് കരാറിലെ പ്രധാന നിബന്ധനയെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇറാനുമായി സ്വീകാര്യമായ ഒരു കരാറിൽ എത്തിച്ചേരാനായില്ലെങ്കിൽ ഒരു നിമിഷത്തെ അറിയിപ്പിൽ ഇറാനെതിരെ കനത്ത ആക്രമണം നടത്താൻ തയ്യാറാകണമെന്ന് സൈന്യത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പരിഷ്കരിച്ച 14 സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ നിർദ്ദേശം. അമേരിക്കയുമായുള്ള ചർച്ചയെ ഇറാന്റെ കീഴടങ്ങലായി കാണരുതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈന സന്ദർശന വേളയിൽ ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സഹായം അഭ്യർത്ഥിച്ചതിന് പിന്നാലെ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ഇരുവരും ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.